നമസ്കാരം. മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടനാണ്. മലയാളത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ പറയാം. പക്ഷേ എങ്കിലും മലയാളികൾക്ക് അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളതും ഇപ്പോൾ ആസ്വദിക്കുന്നതും ഇനി ഏറെ കഥാപാത്രങ്ങളെ, നല്ല കഥാപാത്രങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ ഇടവരട്ടെ എന്നതുകൊണ്ട് സാമൂഹികമായ വിഷയങ്ങളിൽ മമ്മൂട്ടിയുടെ നിലപാടുകളോ വീക്ഷണങ്ങളോ നാം അതേപടി ഏറ്റുവാങ്ങേണ്ടതില്ല. മാത്രവുമല്ല, അതിന് വിമർശനത്തോടെ കാണുകയും വേണം. കാരണം അദ്ദേഹം വയനാട്ടിൽ CPM ജില്ലാ സെക്രട്ടറി റഫീഖിനടുത്ത് പെരുമാറിയത് ഒരു വ്യക്തി എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു സെലിബ്രിറ്റി, അതല്ലെങ്കിൽ ഒരു സിനിമാ താരം എന്ന നിലയിൽ പ്രവർത്തിച്ചതും ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല. ഒരു വ്യക്തിക്ക് ചേർന്ന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ഒരു വ്യക്തി കൗതുകത്തോടു കൂടി നമ്മളോടൊപ്പം നടക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ എന്ന് പറയുന്നത്. അതിന് എന്ത് തന്നെ കാരണമുണ്ടായാൽ പോലും അത് സിനിമാ താരമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു കുട്ടി നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നടക്കാതെ മാറി നിൽക്കൂ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു? നമ്മൾ പെട്ടെന്ന് തോന്നും മമ്മൂട്ടി വളരെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ബോധത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള അനുകമ്പ കൊണ്ടോ ആണ്, അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അത് കാണാനുള്ള തൻ്റെ മാനവീയ മനസ്സുകൊണ്ടാണ് താൻ വയനാട്ടിലെത്തിയതെന്ന്. ഇത് നമ്മളെ ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഉള്ളിലുള്ള ശ്രമത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ജനം തിരിച്ചറിയുമോ എന്ന ശങ്ക വന്നപ്പോഴാണ് അദ്ദേഹം റഫീഖിനടുത്ത് മാറിയിരിക്കാൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ വളരെ മനോഹരമായ ഒരു പ്രസ്താവന, ദൃശ്യ പ്രസ്താവന നാം കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ വയനാട്ടിലെത്തിയിരിക്കുന്നു. ഇതൊക്കെ CPM-ൻ്റെ നേതൃത്വവും അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അത് തങ്ങളുടെ താരപദവിയുടെ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലെ ഈ ഗവൺമെൻറ് നേട്ടത്തെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണെന്ന് എല്ലാവർക്കും ഇത് മനസ്സിലാവും. അത് പെട്ടെന്ന് അറിയരുത്, സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഈ കബളിപ്പിക്കൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, PR വർക്കുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു മാധ്യമത്തെ സംബന്ധിച്ചിട്ട് അത് ജനങ്ങൾ എപ്പോഴാണോ കബളിപ്പിക്കപ്പെടുന്നത്, അത് ആരായാലാണെങ്കിൽ പോലും ആ കബളിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളെ ജനങ്ങളെ ബോധ്യമാക്കുക അല്ലെങ്കിൽ ബോധവാന്മാരാക്കുക എന്ന ദൗത്യം മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. എന്നാൽ കേരളത്തിലെ 1-ാം നമ്പർ ചാനലായ ഏഷ്യാനെറ്റ് ഇത് കേരളത്തിലെ മികച്ച ചാനലുകളിൽ ഒന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഇത്രയധികം ദുഃഖം ഉണ്ടായി പോകുന്നത് അല്ലെങ്കിൽ ആശങ്ക ഉണ്ടായി പോകുന്നത്. അപ്പോൾ 2 ദിവസം ഏഷ്യാനെറ്റ് മമ്മൂട്ടിയുടെ ഈ ഒരു പെരുമാറ്റത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, മമ്മൂട്ടി റഫീഖിനടുത്ത് പറഞ്ഞത് വളരെ പക്വതയാർന്ന പ്രതികരണം എന്നാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, തൻ്റെ അവിടുത്തെ സന്ദർശനത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ് പക്വതയാർന്നതെന്ന്. അവിടെ ഏഷ്യാനെറ്റ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സാംസ്കാരികമായ ഔചിത്യമില്ലായ്മ മമ്മൂട്ടി കാണിച്ചു എന്നുള്ളത് മമ്മൂട്ടി ആയതുകൊണ്ട് മറച്ചു പിടിക്കുന്നു. 2, അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് സംസ്ഥാന നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒക്കെ അറിഞ്ഞിട്ടാണ്. ഉദാഹരണത്തിന് പാർട്ടി നേതൃസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് മമ്മൂട്ടിയുടെ കൂടെ അവിടെ വെച്ച് കൂടെ നടന്നതെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു? പറയില്ല. പക്ഷേ ഇവിടെ റഫീഖിൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു? അപ്പം റഫീഖിനേക്കാൾ ഉയരത്തിലുള്ളവരുമായിട്ട് തനിക്കുള്ള സൗഹൃദം, ആ സൗഹൃദം ഉള്ളതിൻ്റെ പേരിൽ താഴെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്കെന്തും പറയാം എന്നുള്ള ഒരു മേധാവിത്വ സ്വഭാവം അവിടെ അദ്ദേഹത്തിന് നയിച്ചു. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന് ഒരു ജനായത്ത സംവിധാനത്തോടും പൊതുപ്രവർത്തനത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും കൂടിയാണ് അവിടെ കാണിച്ചത്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരും ആയിക്കോട്ടെ, നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ടാവും, ചിലപ്പം യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും. അത് ഉണ്ടാവേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇവിടെ
ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജില്ലാ ഭാരവാഹി, അത് സെക്രട്ടറി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ആണെങ്കിൽ പോലും അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ദൈനംദിനമായി നേരിട്ടുകൊണ്ടിരിക്കുകയും അതിലിടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഏത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഓരോ പാർട്ടികളുടെയും വലിപ്പവും ചെറുപ്പവും അനുസരിച്ചിട്ട് നിരവധി വിഷയങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഇവർ. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ ഏർപ്പെടുന്നതിനെ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ട ഒരു സ്ഥാപനമാണ് മാധ്യമം എന്ന് പറയുന്നത്. അവിടെയാണ് മാധ്യമത്തിന്റെ ജാഗ്രത വേണ്ടത്. അവിടെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഓരോ നേതാക്കളും എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും നേതാക്കളെ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ജനായത്ത സംവിധാനത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സാധ്യതയും. ഇവിടെ ഈ റഫീഖ് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ മമ്മൂട്ടി നിരവധി സിനിമകളിൽ സമാനമായ ദൃശ്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാവും, പക്ഷെ നേരിട്ട് അദ്ദേഹം ഒരു വിഷയത്തിലും ഒരു ദിവസം റഫീഖ് കൈകാര്യം ചെയ്ത വിഷയങ്ങളിൽ മമ്മൂട്ടി ജീവിതകാലം ഇത്രയും ഇടപെട്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇതുപോലെ തന്നെ ഓരോ അവിടുത്തെ കോൺഗ്രസിന്റെ എടുത്തു കഴിഞ്ഞാലും ലീഗിന്റെ എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഇത് തന്നെയാണ്. അപ്പൊ അവിടെ ഈ ജനായത്ത സംവിധാനത്തിൽ ഇത്തരം നേതാക്കൾ, ഇവരാണ് ഇതിന്റെ ജീവനാടി. ഇവരിലൂടെയാണ് നമ്മളുടെ ജനായത്ത സംവിധാനം നിലനിൽക്കുന്നത്. ആ ജനായത്തമായ പ്രക്രിയ നിലനിൽക്കുന്നതും ഇവരിലൂടെ തന്നെയാണ്. അതിൽ പോരായ്മകളുണ്ടാകാം. അതുകൊണ്ടാണ് ഇവരുടെ ചെയ്തികളും ഇവരുടെ നീക്കങ്ങളും ഇവരുടെ ജീവിതവും ഒക്കെ മാധ്യമങ്ങൾക്ക് നിരീക്ഷണത്തിന് വിധേയമാകുന്നത് അതുകൊണ്ടാണ്. അതിനോടുള്ള ഒരു പുച്ഛമാണ് മമ്മൂട്ടി ഇവിടെ കാട്ടിയത്. അത് മാത്രവുമല്ല, അതൊരു തൻപ്രമാണിത്വം സൂചിപ്പിക്കുന്നതും മാത്രമല്ല, എന്തൊരു വൈകാരികമായ ആഘാതമായിരിക്കും ആ പൊതുപ്രവർത്തകൻ ഈ മമ്മൂട്ടി ഇത് പറഞ്ഞപ്പോൾ അനുഭവിച്ചത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളെ ഉണർത്തേണ്ട, യഥാർത്ഥ വസ്തുതകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ട മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഉത്കണ്ഠ ഉണർത്തുന്ന ഒരു വിഷയമാണ്. മാത്രവുമല്ല, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഇവരൊക്കെ മഹാനടന്മാരാണ്, സംശയമില്ല. പക്ഷെ ഇവരുടെ സാമൂഹിക പ്രതിബദ്ധത, അതല്ലെങ്കിൽ സാമൂഹികമായ നിലപാട്, കാഴ്ചപ്പാടൊക്കെ അറിയേണ്ട ഒറ്റ നിമിഷമായിരുന്നു. അതാണ് കേരള ഹൈക്കോടതി പോലും ഞെട്ടിത്തരിച്ചു വിറച്ചുപോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അല്ലെങ്കിൽ അതിലെ വസ്തുതകൾ. എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചത്? കേരളം കണ്ടതാണ്. ആ ഒരൊറ്റ സംഭവത്തിലൂടെ വേണം ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക ഈ നടന്മാരുടെ അല്ലെങ്കിൽ ഈ കലാകാരന്മാരുടെ സാമൂഹികമായ വീക്ഷണവും അതേപോലെ തന്നെ സാമൂഹികമായി ഇവർക്ക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള യോഗ്യതയും തിരിച്ചറിയേണ്ടത്. ഇതുകൊണ്ടാണ് 2025 ഓണക്കാലത്ത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഒരു ചാനലുകളും ഈ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ ഒരു സിനിമാ താരങ്ങളെയും അവരുടെ ഓണപരിപാടിക്ക് ഉൾപ്പെടുത്തിയുണ്ടായില്ല. കാരണം ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് സ്വീകാര്യത നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മുഖ്യധാരാ മാധ്യമങ്ങളും ചില PR ഏജൻസികളും എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ട താരപദവിയേക്കാൾ ഉയർന്ന പദവികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് വിജയിക്കുകയും ചെയ്തു. ഇവിടെ നാം കാണേണ്ടത് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടയിരുന്നതെന്നും എന്തുകൊണ്ടാണ് അത് പുറത്തു വന്നിട്ടും അതിനകത്ത് നടപടി ഉണ്ടാകാതിരുന്നതെന്നും ഉള്ളത് വളരെ വ്യക്തമാണ്. കാരണം സിനിമാ മേഖലയും അതിൻ്റെ നായക സ്ഥാനത്തുള്ളവരും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളുടെ മേൽ നടപടി ഉണ്ടാകാതിരുന്നതും ആ റിപ്പോർട്ട് വർഷങ്ങളോളം അടയിരിക്കാൻ ഇടയായതും. ഇപ്പോൾ നാം കാണുന്നത് അതിനോടൊപ്പം മാധ്യമങ്ങളും ചേരുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയാണ്.